ഇതേ നോക്കി നമുക്കിന്ന് ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കാം. അതിനെ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത്ര അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്കും സൂപ്പറായിട്ട് ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കണമെന്നില്ല, ആ ചെമ്മീനിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്. വേണമെങ്കിൽ ഒരു ലേശം ഒഴിക്കാം, ഒരു 2 സ്പൂൺ വെള്ളം. ഇത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പാചകം അറിയാത്ത ആൾക്കാർക്ക് പോലും ചെയ്യാൻ പറ്റും. കുടംപുളി അത്യാവശ്യം നല്ലൊരു കുടംപുളി എടുത്ത് നന്നായിട്ട് കഴുകി അത് ചേർത്ത് വയ്ക്കാം. മിക്സ് ചെയ്ത് ഒരിത്തിരി നേരം വേവിക്കാം. ഒരു കളർ ഇത്തിരി മാറി വരുന്നത് ചെറിയൊരു ബ്രൗൺ കളറായിട്ടില്ലേ, അത് ചെമ്മീൻ ഇറങ്ങിയ വെള്ളം അതല്ല, നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ആദ്യം ഇട്ടത് നടുക്കൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്താട്ടാം. പച്ചമുളക് ഇത്തിരി കൂടുതലെടുക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ ഒരു പിടിയോളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എത്രത്തോളം കൂടുതൽ എടുക്കണം അത്രത്തോളം ടേസ്റ്റിയാണ്. നടുക്ക് വേണം കേട്ടോ പച്ചമുളക് എല്ലാം ഇടാനായിട്ട്. അതിനുശേഷം സവാള ഇളക്കി കിട്ടരുത്, ഇങ്ങനെ തന്നെ വെക്കണം. ചെമ്മീൻ കറി ഉണ്ടാകുന്ന കേട്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, സൂപ്പർ ടേസ്റ്റാണ്. നടുക്കായിട്ടൊരു കുഴി പോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മുളക് പൊടിയൊക്കെ ഇടാം, നടുക്ക് വേണം ഇടാൻ. മുളക് പൊടികൾ അത്യാവശ്യം ഇടണം, ഒരു 2-3 സ്പൂൺ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ എരിവ് കഴിക്കും. അപ്പോൾ ഒരു 3-4 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് നടുക്കായിട്ട്. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയത്. വെളിച്ചെണ്ണ ഒഴിക്കണം, പച്ച വെളിച്ചെണ്ണ. കോക്കനട്ട് ഓയിൽ തന്നെ വേണം കേട്ടോ, വേറെ എണ്ണയൊന്നും ഒഴിക്കരുത്. എന്താ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് നമ്മൾ ചേർക്കുമ്പോഴാണ് ഈ ചെമ്മീൻക്കൊരു സൂപ്പർ ടേസ്റ്റ്. നടുക്ക് തന്നെ മിക്സ് ചെയ്ത് വെക്കാം. അതൊന്ന് നടുക്കൊന്നൊരു കളയണം. ചെറിയ ഉള്ളി ഇടുകയാണ് ഇല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടാണ്. എൻ്റെ എളുപ്പത്തിനാണ് സവാള അരിയെടുത്തത്. ചെറിയ ഉള്ളിയാണ് സൂപ്പർ. ചെറിയ ഉള്ളി അരിഞ്ഞ് ഇതേപോലെ കുറച്ച് കൂടുതൽ ഇടണം, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നടുക്ക് പച്ച വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേ നോക്കി നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് കാണുമ്പോൾ തന്നെ അതിൽ കപ്പലോട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ചെമ്മീൻ മുളകിട്ടത്. ഇത് പെട്ടെന്ന് കേടായി പോകത്തൊന്നുമില്ല കേട്ടോ, ഒരു ദിവസം കഴിക്കും. ഇത്രയേ ഉള്ളൂ. ബൈ.